വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 49 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഓർമ്മിക്കുക, അനുസരണം അടിമത്തമായി കരുതുന്ന ഈ തലമുറയ്ക്ക് അനുസരിക്കുന്നവൻ അവഹേളനാപാത്രമാണ്. സ്കൂളിൽ കുട്ടികളുടെ തെറ്റുതിരുത്തുന്ന അധ്യാപകരെ കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കളുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വിധേയപ്പെടുമോ? ഭർത്താവിന് കീഴ്വഴങ്ങി ജീവിക്കുന്ന ഭാര്യയും ഭാര്യയുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്ന ഭർത്താവുമാണ് കുടുംബത്തിൽ ഉണ്ടാകേണ്ടത്. മാതാപിതാക്കളെ കണ്ടാണ് മക്കൾ അനുസരണവും വിധേയത്വവും പഠിക്കുക. മാതാപിതാക്കൾക്ക് വിധേയപ്പെടാതെ വളരുന്ന മക്കൾക്കെങ്ങനെ ജീവിതത്തിലെ ദൈവഹിതത്തിന് സന്തോഷത്തോടെ വിധേയപ്പെടാനാകും? അനുസരിച്ചാൽ ഐശ്വര്യം ലഭിക്കും എന്ന തിരുവചനം ഇന്നത്തെ തലമുറയുടെ ഹൃദയഫലകത്തിൽ എഴുതാൻ ധൈര്യമുണ്ടാകുമോ? ഈശോയുടെ ജീവിതം സന്തോഷം മാത്രം നിറഞ്ഞതായിരുന്നില്ല. പരിഹാസവും കുറ്റപ്പെടുത്തലും ഒറ്റിക്കൊടുക്കലും ഒക്കെ അവൻ അനുഭവിച്ചു. ഭ്രാന്തനെന്ന് മുദ്രകുത്തി, ദൈവപുത്രനെ ദൈവദൂഷകൻ എന്ന നാമം ചാർത്തി കൊന്നൊടുക്കുവാൻ ഗൂഢാലോചന നടത്തി. പക്ഷേ ഈശോയുടെ മനസ്സ് പിതാവിനോടുള്ള സ്നേഹത്തിലും വിശ്വസ്തതയിലും നിറഞ്ഞു നിന്നിരുന്നു. അവിടുന്ന് മനുഷ്യരുടെ വാക്കുകളെ ഗൗനിച്ചില്ല. അവരുടെ ആവശ്യങ്ങളിലേക്ക് പിതാവിന്റെ സ്നേഹവുമായി കടന്നു ചെന്നു. എന്ത് ത്യാഗം സഹിച്ചും പിതാവിന്റെ ഹിതം നിറവേറ്റാൻ ഈശോ പൂർണ്ണമായും തയ്യാറായിരുന്നു. ജീവിതത്തിൽ നാമും തയ്യാറാകണം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ. ക്രിസ്തീയ ജീവിതം സമൂഹത്തിന് മാതൃകയാകണം. അവിടുന്ന് നയിക്കുന്ന വഴിയെ നമുക്ക് നടക്കാം. അപ്പോൾ അവിടുന്ന് നമ്മെ നോക്കി ആവർത്തിക്കും, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്ത് ത്യാഗം സഹിച്ചും പിതാവിന്റെ ഹിതം നിറവേറുവാൻ ഈശോ കാണിച്ചു തന്ന മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ ജീവിതം ഞാനെന്നേകാം നിൻ തിരുമുമ്പിൽ അർച്ചനയായി. എൻ ഭാരമെല്ലാം നീക്കിയെന്നുള്ളം നിൻ ഗേഹമാക്കുമോ നാഥ, നിൻ ഗേഹമാക്കുമോ നാഥ. എൻ ജീവിതം ഞാനെന്നേകാം നിൻ തിരുമുമ്പിൽ അർച്ചനയായി. നിൻ പാദവിട്ടകന്നിടുമ്പോൾ എൻ ചാരേ വന്നു നീ
എൻ ചാരേ വന്നു നീ നിൻ സ്നേഹമറിയാതകന്നിടുമ്പോൾ സ്നേഹമായി വന്നു നീ നിത്യശാന്തിയായി വന്നു നീ എൻ ജീവിതം ഞാനെന്നേകാം നിൻ തിരുമുമ്പിൽ അർച്ചനയാ നിൻ ക്രൂശിലേക്കൊന്നു നോക്കുമ്പോൾ എന്നുള്ളം തേങ്ങിടും നിൻ ക്രൂശിലേക്കൊന്നു നോക്കുമ്പോൾ എന്നുള്ളം തേങ്ങിടും നിൻ ദിവ്യകാരുണ്യമോർത്തിടുമ്പോൾ ഭാരമകന്നു പോകും എൻ്റെ ശോകമലിഞ്ഞു പോകും എൻ ജീവിതം ഞാനെന്നേകാം നിൻ തിരുമുമ്പിൽ അർച്ചനയായി എൻ ഭാരമെല്ലാം നീക്കി എന്നുള്ളം നിൻ ഗേഹമാക്കുമോ നാഥ നിൻ ഗേഹമാക്കുമോ നാഥ എൻ ജീവിതം ഞാനെന്നേകാം നിൻ തിരുമുമ്പിൽ അർച്ചനയാ